ജാത്യധിക്ഷേപം നടത്തിയെന്ന അംഗങ്ങൾ ഒരു ഭാഗത്തും പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP അംഗങ്ങൾ ഒരു ഭാഗത്തും നിലയുറപ്പിച്ചു. വലിയ നാടകീയ സംഭവങ്ങളിലേക്ക് ഇത് എത്തി. ഈ ആരോപണ വിധേയയായ CN വിജയകുമാരി ഇന്ന് ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതോടുകൂടിയാണ് പ്രശ്നം വഷളായത്. CPM BJP അംഗങ്ങൾ തമ്മിൽ വലിയ വാക്കേറ്റത്തിന് ഇത് കാരണമായി. CN വിജയകുമാരിയെ പുറത്താക്കണമെന്ന ആവശ്യമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിച്ചത്. സെനറ്റ് യോഗത്തിൽ നിന്ന് വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡ് ഉയർത്തിയാണ് ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചത്. അതേസമയം ഇടതംഗങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി BJP അംഗങ്ങളും രംഗത്ത് വന്നു. വലിയ നാടകീയ രംഗങ്ങളിലേക്ക് പിന്നീട് ഇത് വഴിമാറുകയായിരുന്നു. വിജയകുമാരി ദളിത് വിരുദ്ധത കാണിച്ചിട്ടില്ലെന്നും ഈ ഉയരുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നുമാണ് BJP അംഗം PS ഗോപകുമാർ പറഞ്ഞത്. അതിനിടെ വലിയൊരു ട്വിസ്റ്റ് കൂടി ഈ വിഷയത്തിൽ, ട്വിസ്റ്റല്ല, എന്താണോ ഈ വിഷയം അതിന്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന മറ്റൊരു പ്രതികരണം കൂടി ഉണ്ടായി. വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് ദളിത് വ്യക്തിയാണെന്ന BJP സിൻഡിക്കേറ്റ് അംഗം TG വിനോദ് കുമാറിന്റെ ഒരു പരാമർശം അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. കാരണം വിജയകുമാരിയെ ഒപ്പം നിൽത്താൻ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി എന്ന രീതിയിൽ പറഞ്ഞ കാര്യമാണ്. അത് സ്വന്തം മനസ്സിലുള്ള യഥാർത്ഥ കാര്യം എങ്ങനെയാണോ ജാതീയത അവരുടെ മനസ്സിൽ ഉള്ളത് അത് പുറത്തു വരുന്ന തരത്തിലായിപ്പോയി. എന്തായാലും ആ പ്രതികരണം ഒന്ന് കാണാം. ജാതി ഉള്ളവര് ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത് അവരാണ്. കാരണം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ടീച്ചർ പറയാൻ വഴിയില്ല. ഞാൻ അന്വേഷിച്ചോ, ഒരു കാര്യം പറയാം. ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം കേട്ടോ. ഉത്തരം കിട്ടുമ്പോ കുഞ്ഞനെ കാട്ടെന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അപ്പോ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് എന്തോ, അല്ലെങ്കിൽ ദളിത് ആളുകൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് എന്തോ ഔദാര്യം എന്ന നിലയിൽ ഇതിനെ ന്യായീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചത്. പക്ഷേ പിന്നീട് ഈ വലിയ രീതിയിൽ ഇത് വിവാദമായപ്പോൾ താൻ വിജയകുമാരി ടീച്ചർ ജാതി നോക്കിയതല്ല പെരുമാറുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ആ സംഭവം ഉദാഹരിച്ചത് എന്ന് ഈ വിനോദ് കുമാർ പിന്നീട് അതിനെ വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും എന്താണ് അവരുടെയൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ ഇതിനെക്കുറിച്ചൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്, അവരുടെ സ്വത്വം എന്താണ് എന്നത് പുറത്തു വരുന്ന പ്രതികരണമാണ് ഇന്ന് ആ പ്രതിഷേധത്തിനിടെ അവിടെ ഉണ്ടായത്. എന്തായാലും SFIയും വലിയ രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിഷേധവുമായി എത്തി. SFI നടത്തിയ മാർച്ചിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലും സംഘർഷത്തിന്റെ വക്കോളമൊക്കെ കാര്യങ്ങൾ എത്തുന്നതും കാണാമായിരുന്നു. പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിച്ചു. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കമുള്ള പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്ലക്കാർഡ് ഉയർത്തി പുറത്ത് പ്രതിഷേധിക്കുകയും ചെയ്തു. സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് വലിയ രീതിയിലുള്ള സംഘർഷത്തിലാണ് അവസാനം കലാശിച്ചത്. സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെത്തി. പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ടെന്ന് പറഞ്ഞ് പലതവണ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചെന്നും MAയും MEdും വിദ്യാഭ്യാസ യോഗ്യതയുള്ള തന്നെ സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്തയാളെന്ന് ആക്ഷേപിച്ച് റിപ്പോർട്ട് നൽകിയെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് തന്റെ പ്രബന്ധം റദ്ദാക്കാനായി ഡീൻ കൂടിയായ വിജയകുമാരി നീങ്ങിയെന്ന് കാണിച്ച് വിപിൻ വിജയൻ പരാതി നൽകിയിരുന്നത്. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നതായിരുന്നു വിപിൻ വിജയൻ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ടെന്നും പുലയനും പറയനും വന്നതോടെ സംസ്കൃത ഭാഷയുടെ മഹിമ നശിച്ചുവെന്നും വിജയകുമാരി പറഞ്ഞതായാണ് ഈ പരാതിയിൽ പറയുന്നത്. വളരെ ഗൗരവമുള്ള പരാതിയാണ്. അതിനുശേഷവും ഇരുവരും മാധ്യമ ചർച്ചകളിൽ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ് ഈ ഡീൻ ആയ വിജയകുമാരിക്കെതിരെ ഉയർത്തിയിരുന്നത്. അപ്പോൾ വിപിനെ പോലെയുള്ള മനുഷ്യർ, നീചജാതിക്കാർ എത്ര ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ല എന്ന ഒരു ബോധ്യമാണ് അവർക്കുള്ളത്. ആ രീതിയിൽ ആക്ഷേപിച്ചു എന്നതാണ് വിപിന്റെ പരാതിയിൽ പറയുന്നത്. എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതാണ്. എന്തായാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ
ഇത്രയും കൃത്യത ഉറപ്പുവരുത്താറുണ്ടോ? ഈ എം.എഡും മറ്റുമൊക്കെ കഴിഞ്ഞ് PhDക്ക് എത്തിയ ഒരാളെയാണ് അയാൾക്ക് ഒന്നും അറിയില്ലാത്ത ആളായി ചിത്രീകരിക്കുന്നത്. അങ്ങനെ ആ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടിയെത്തുന്ന ഒരാൾക്കൊന്നും അറിയില്ലെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അതിൽ ജാതി വെച്ചല്ല അതിനെ കാണേണ്ടത്. മറ്റേതെങ്കിലും ജാതിയിൽപ്പെട്ട ആളുകൾക്കായിരുന്നെങ്കിൽ ഇത്തരം സമീപനങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പല PhDകളും ഒക്കെ നമ്മൾ എങ്ങനെ കിട്ടി, അവരുടെയൊക്കെ യോഗ്യത എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ താഴെത്തട്ടിൽ നിന്ന് വരുന്ന ഒരാൾ സംസ്കൃതം പഠിക്കുന്നതിൻ്റെ, അതിൽ PhD എടുക്കുന്നതിൻ്റെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അത് മറനീക്കി പുറത്തു വരുന്നതാണ് കാണുന്നത്. എന്തായാലും ഇപ്പോഴും ഡീൻ വിജയകുമാരി അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. വിപിൻ എന്താണ് തനിക്ക് നേരിട്ടത് എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പരാതി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുണ്ട്. കോടതി ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ കോടതിയെ സമീപിച്ചതിന് ശേഷം കോടതി ഇടപെടലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ആ വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നീതി ഉറപ്പായും ലഭിക്കേണ്ടതുണ്ട്.